മന്ത്രിസഭാ രൂപീകരണത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിർണായക യോഗം തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ ചേരുകയാണ്. ഒരു മന്ത്രിസ്ഥാനം മാത്രമെങ്കിൽ തുടർ നടപടി എന്ത് എന്നതിലാണ് ചർച്ച. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും എന്ന കോൺഗ്രസ് ഫോർമുല അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുള്ളത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിപിൻ, ഇപ്പോഴും രണ്ട് മന്ത്രി പദവി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇന്നും ആ നിലയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. എന്നാൽ ഒരു മന്ത്രി പദവി എന്ന തീരുമാനത്തിൽ കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുമ്പോൾ എന്താണ് തുടർ നീക്കങ്ങൾ ജോസഫ് വിഭാഗത്തിന്റെ? അഷിത, കേരള കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര യോഗമാണ് ഇപ്പോൾ ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. MLA ഹോസ്റ്റലിലാണ് യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും കോൺഗ്രസുമായിട്ടുള്ള കൂടിയാലോചനകൾ നടക്കുക. ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അത് പ്രഖ്യാപിക്കട്ടെ. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും കേരള കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ട് ഉള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുകയുള്ളൂ. അതിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കാരണം ആ 2 എണ്ണത്തിന് തീർച്ചയായിട്ടും അർഹതയുണ്ട്. 7 സീറ്റുകൾ ലഭിച്ച ഒരു ഘട്ടത്തിൽ അത് ഒരു മന്ത്രിസ്ഥാനം മാത്രം എന്നുള്ളതിലേക്ക് ചുരുക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് എന്നുള്ളതിലേക്ക് അങ്ങനെ ഒരു ഫോർമുല അംഗീകരിക്കുകയില്ല എന്നുള്ളത് മോൻസ് ജോസഫ് MLA രാവിലെ 24നോട് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം മാത്രം എന്നുള്ളത് ആദ്യം തന്നെ കേരള കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ലഭിക്കുകയാണെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട വകുപ്പും അല്ലെങ്കിൽ ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അതിൽ എന്ത് നടപടി എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ കൂടിയാലോചനകൾ നടക്കുന്നത്. ഒന്ന്, ഒരു മന്ത്രിസ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ അത് മോൻസ് ജോസഫ് ആയിരിക്കും. രണ്ടാമത്തെ മന്ത്രിസ്ഥാനം 2 മന്ത്രി സ്ഥാനം കിട്ടുകയും അത് രണ്ടാമത്തത് അപ്പു ജോൺ ജോസഫിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. മറ്റാരുടെയും പേര് ഇതുവരെയും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. തോമസ് ഉണ്ണിയാടൻ ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനമോ കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് നൽകുമെന്നുള്ളതാണ്. ക്യാബിനറ്റ് പദവിയോടുകൂടി ഇത് ലഭിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെയൊക്കെ ആദ്യത്തെ പ്രഖ്യാപനം കഴിയട്ടെ, അതിനുശേഷമുള്ള കൂടിയാലോചനയിൽ ഈ 2 എന്നുള്ളതിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഇനി 2 അല്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള കൂടിയാലോചന കേരള കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നു. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ MLA ഹോസ്റ്റലുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപാണ് അപ്പു ജോൺ ജോസഫ് കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ ഒരു യോഗത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ആഷിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.